Hi, welcome to Analysis by NAD. Today we will discuss about IGNOU Bachelors of Psychology BPCC101 paper first unit ആണ്. അതായത് Introduction to Psychology എന്ന് പറഞ്ഞ സബ്ജക്റ്റിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ്. സോ യൂണിറ്റ് 1 ഒറിജിൻ ഓഫ് സൈക്കോളജി. സോ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് യഥാർത്ഥത്തിൽ സൈക്കോളജി എന്നുള്ളതാണ്. ഈ സൈക്കോളജി എന്താണെന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും ഒരുപാട് മിസ്കൺസെപ്ഷൻസ് എല്ലാം ഉണ്ട്. അതായത് ചില ആളുകൾ പറയും സൈക്കോളജി എന്ന് പറയുന്നത് ഒരു ഫേസ് റീഡിംഗ് ആണ്, അല്ലെങ്കിൽ അബ്നോർമൽ പീപ്പിൾസിനെ മാത്രം ഡീൽ ചെയ്യുന്നതാണ് സൈക്കോളജി. ഇങ്ങനെയുള്ള ഒരുപാട് രീതിയിലുള്ള തോട്ട്സും കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ എന്താണ് സയന്റിഫിക്കലി സൈക്കോളജി എന്നുള്ളതും അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം എന്താണ് എന്നുള്ളതും അതിൻ്റെ ഡീലിങ്സും അത് ഏതൊക്കെ മേഖലകളിലാണ് സ്വാധീനിക്കുന്നത് അല്ലെങ്കിൽ ഉപയോഗപ്രദമാകുന്നത് എന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിക്കാൻ പോകുന്നത്. സോ നമുക്ക് എന്താണ് ഡെഫിനിഷൻ ഓഫ് സൈക്കോളജി എന്ന് നോക്കാം. സോ ഏർലി ഡെഫിനിഷൻ ആയിട്ട് പറയുന്നത് സൈക്കോളജി വാസ് പാർട്ട് ഓഫ് ഫിലോസഫിയുടെ ഒരു ഭാഗമായിരുന്നു സൈക്കോളജി എന്നാണ് ആദ്യകാലത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആൻഷ്യൻ ഫിലോസഫർ ഇൻട്രസ്റ്റ് ചെയ്തിരുന്നത് സ്റ്റഡി ഓഫ് സോളിനെ കുറിച്ച്, അതായത് നമ്മൾ ആത്മാവിനെ കുറിച്ച് പഠിക്കുന്നതിലായിരുന്നു ആൻഷ്യൻ ഫിലോസഫേഴ്സ്. അതായത് ആദ്യകാലത്ത് ഉണ്ടായിരുന്ന ഫിലോസഫേഴ്സ് എല്ലാം കൂടുതലായിട്ടും ഇൻട്രസ്റ്റ് കാണിച്ചിരുന്നത് ആത്മാവിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പഠനമായിരുന്നു സൈക്കോളജിക്കകത്ത്. സോ ഒരു മിഡിൽ ഏജ് ആയപ്പോഴത്തേനും അതെല്ലാം ക്രിട്ടിസൈസിന് വിധേയമായി. സോ അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു റിഗാർഡിംഗ് ദ ഫിസിക്കൽ എക്സിസ്റ്റൻസ്, വെയിറ്റ് ആൻഡ് വോളിയം ഓഫ് സോൾ. സോ നമ്മുടെ സോളിൻ്റെ വെയിറ്റിനെ കുറിച്ചും അതിൻ്റെ വോളിയത്തെക്കുറിച്ചും അതിൻ്റെ എക്സിസ്റ്റൻസ്, അതായത് നിലനിൽപ്പിനെ കുറിച്ചുമെല്ലാം ഒരുപാട് ക്വസ്റ്റ്യൻസ് അവിടെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. പണ്ട് കാലത്തുള്ള ഫിലോസഫേഴ്സ് എല്ലാം വിശ്വസിച്ചിരുന്നത് ഇതൊരു സ്റ്റഡി ഓഫ് സോൾ ആയിട്ടാണ്. സോ ആ രീതിയിലുള്ള പഠനങ്ങളായിരുന്നു ആദ്യകാലത്ത് നടന്നിരുന്നത്. പിന്നീട് ദന്താപാനി സ്റ്റേറ്റ് ചെയ്യുന്നത് അദ്ദേഹം കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തത് ടേംസ് സച്ച് എസ് സോൾ, മൈൻഡ്, കോൺഷ്യസ്നസ് ഇതെല്ലാമായിരുന്നു. സോ അതിനകത്ത് വരുന്നത് എല്ലാ മനുഷ്യരും ജനിക്കുന്നത് ഒരു സോൾ ഉണ്ടായിട്ടാണ്. സോ പിന്നീടുള്ള ഡെഫിനിഷൻ ഓഫ് സൈക്കോളജി പിന്നീട് സോളിനെ കുറിച്ചുള്ള പഠനമാണ് എന്നുള്ള രീതിയിൽ നിന്നും അത് അക്സെപ്റ്റ് ചെയ്യാത്ത രീതിയിലാണ് പിന്നീട് ഉണ്ടായിരുന്നത്. സോ മൈൻഡിനെ കുറിച്ചുള്ള ഒരു ഡയറക്റ്റ് മെഷർമെൻറ്റ് അവിടെ സാധ്യമാകാത്തത് കൊണ്ട് തന്നെ ആ ഡെഫിനിഷനും ഡ്രോപ്പ് ചെയ്തു. സോ അതിന് ശേഷമാണ് ഡിഫൈൻ ചെയ്യുന്നത് സയൻസ് ഓഫ് കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞിട്ട്. സോ ബാഗയും സിംഗും 1990 അറ്റ് വൺ ദ ടൈം ഡ്യൂറിങ് ദ ഹിസ്റ്ററി ഓഫ് സൈക്കോളജി അവർ വിശ്വസിച്ചിരുന്നത് എന്താണ്, മെയിൻ ബിസിനസ് ഓഫ് സൈക്കോളജി എന്ന് പറയുന്നത് കോൺഷ്യസ്നസ് എക്സ്പീരിയൻസ് ആണ് എന്നുള്ളതാണ് അവർ പറഞ്ഞത്. കോൺഷ്യസ് ആയിട്ട്, അതായത് ബോധപൂർവവും അവെയറുമായിട്ടുള്ള സിറ്റുവേഷൻസിനെ അല്ലെങ്കിൽ തിങ്സിനെയും നമ്മുടെ ചുറ്റുമുള്ള ആ ഒരു കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മുടെ ഡെഫിനിഷനിലേക്ക് വരുമ്പോൾ അതിൽ കൂടുതലായിട്ടും സൈക്കോളജി ഫോക്കസ് ചെയ്യുന്നതെന്നുള്ളതാണ്. കോൺഷ്യസ്നസ് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒബ്ജക്റ്റീവായിട്ട് സ്റ്റഡി ചെയ്യാൻ പറ്റില്ല, അല്ലേ? സോ രണ്ടാമത്തെ കാരണം, ഒബ്ജക്ഷന് വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ കാരണമായിട്ട് ഫാസ്റ്റ് ഡെവലപ്പിംഗ് ബ്രാഞ്ച് ഓഫ് ദ അബ്നോർമൽ സൈക്കോളജി പെട്ടെന്ന് തന്നെ വളർന്നു, വിച്ച് ബ്രൗട്ട് ദ സ്റ്റഡി ഓഫ് അൺകോൺഷ്യസ് പാർട്ട് ഓഫ് ദ അവർ മൈൻഡ് വിത്തിൻ ദ പ്രൊവിൻസ് ഓഫ് ദ സൈക്കോളജി. സോ നമുക്ക് അൺകോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് കൂടുതലായിട്ടും പഠിക്കാൻ ആ ഒരു സമയത്ത് സാധിച്ചു. ഓക്കെ, ദ ടേം കോൺഷ്യസ്നസ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ആനിമൽ ഓർ ഹ്യൂമൻ ബിഹേവിയർ. സോ ഇതിനകത്ത് നമ്മൾ കറണ്ട് ഡെഫിനിഷൻസ് ആയിട്ട് പറയുന്ന സമയത്ത് പ്രധാനമായിട്ടും സൈക്കോളജി എന്ന് പറയുന്നത് ഒരു സയൻസ് ഓഫ് ഹ്യൂമൻ ആൻഡ് ആനിമൽ ബിഹേവിയർ, ഹ്യൂമൻ്റെയും അതുപോലെ ആനിമൽ ബിഹേവിയറിൻ്റെയും ഒരു സൈക്കോളജിയാണ്, അതായത് സയൻസ് ഓഫ് സൈക്കോളജിയാണ്. അത് ഇൻക്ലൂഡ് ചെയ്യുന്ന എന്തൊക്കെയാണ്, ആപ്ലിക്കേഷൻ ഓഫ് ദി സയൻസ് ടു ഹ്യൂമൻ പ്രോബ്ലംസ്, അതായത് ആപ്ലിക്കേഷൻ ഓഫ് സയൻസ്, അതായത് നമ്മൾ സയൻറ്റിഫിക്കലി ആപ്ലിക്കേഷൻ ചെയ്യാനും അതുപോലെ ഹ്യൂമൻ പ്രോബ്ലംസിലേക്ക് സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ അപ്രോച്ച് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ ഡെഫിനിഷനായിട്ട് പറയുന്നത്. ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ബിഹേവിയർ ആൻഡ് മെൻ്റൽ പ്രോസസ്സസ്, സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ബിഹേവിയറും അതുപോലെ മെൻ്റൽ പ്രോസസ്സുകളുമാണ് എന്ത് സൈക്കോളജി എന്നുള്ളത്. അതുപോലെ ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ബിഹേവിയർ ആൻഡ് മെൻ്റൽ പ്രോസസ് ആൻഡ് ഹൗ ദേ ആർ അഫക്റ്റഡ് ബൈ ആൻ ഓർഗാനിസംസ് ഫിസിക്കൽ സ്റ്റേറ്റ്, മെൻ്റൽ സ്റ്റേറ്റ് ആൻഡ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്. സൈക്കോളജി എന്ന് പറയുന്നത് സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ബിഹേവിയർ ആണ്, അതായത് ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് വ്യക്തികളുടെയോ മെൻ്റൽ ബിഹേവിയർസിനെ കുറിച്ചും അതുപോലെ തന്നെ അവരുടെ മെൻ്റൽ പ്രോസസ്സുകളെ കുറിച്ചും എങ്ങനെയാണ് ഒരു ഓർഗാനിസം ഫിസിക്കൽ സ്റ്റേറ്റിനെയും അതുപോലെ അവരുടെ മെൻ്റൽ സ്റ്റേറ്റിനെയും അവരുടെ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് അതിനെ ഏത് രീതിയിലൊക്കെ എഫക്റ്റ് ചെയ്യും എന്നുള്ളതിൻ്റെയൊക്കെ ഒരു പഠനമാണ് എന്ത് സൈക്കോളജി എന്ന് പറയുന്നത്. സൈക്കോളജി ഈസ് ഓൾ അബൌട്ട് ഹ്യൂമൻ ബിഹേവിയർ, അബൌട്ട് മെൻ്റൽ പ്രോസസ്സസ് ആൻഡ് അബൌട്ട് ദ കോണ്ടെക്സ്റ്റ് വിച്ച് Psychology is all about human behavior, about mental process and about the context in which behavior and mental process occur. Okay, ദാസ് 1998 പറഞ്ഞതാണ്. സോ ഇതെല്ലാം നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കുക. ഇതിലുള്ള 2-3 ഡെഫിനേഷൻസ് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുക. ഓക്കെ, സോ നമുക്കിനി എന്ത് ചെയ്യാം, നാച്ചുറൽ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിഹേവിയർ എന്താണെന്ന് നോക്കാം. സോ ബിഹേവിയർ ഈസ് ബ്രോഡ് ടേം ആൻഡ് കോംപ്ലക്സ് ഫെനോമിനൻ. ഇൻ ദിസ് സെക്ഷൻ വി വിൽ ഡിസ്കസ് ദ നാച്ചുറൽ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിഹേവിയർ അക്കോർഡിംഗ് ടു സൈക്കോളജിസ്റ്റ്. സോ സൈക്കോളജിസ്റ്റുകൾ പറയുന്ന അനുസരിച്ച് നമുക്ക് എന്തൊക്കെയാണ് ബിഹേവിയറിൻ്റെ നാച്ചുറും അതുപോലെ ക്യാരക്ടറിസ്റ്റിക്സും എന്നുള്ളത് നോക്കാം. ഓക്കെ, സോ ഒരു വ്യക്തിയുടെ ബിഹേവിയർ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഒരു വ്യക്തിയുടെ ബിഹേവിയർ എന്ന് പറയുന്നത് എന്തെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും?
ഒരു പെർട്ടിക്കുലർ കാര്യത്തിൽ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ റീസണിൽ അവരെന്ത് രീതിയിൽ റിയാക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അതേത് രീതിയിൽ അവരെടുക്കുന്നു, റിയാക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരതിനെ റിജക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഏതാണ് അവരുടെ ഒരു മോഡുലേഷൻ, അവരുടെ ഒരു ടൈപ്പ് ഓഫ് ബിഹേവിയർ, ഓരോ കാര്യത്തെക്കുറിച്ചും അവർ നോക്കിക്കാണുന്നത്, അല്ലെങ്കിൽ അവരതിനെ അപ്രോച്ച് ചെയ്യുന്നത്. ഇപ്പോൾ എന്തെങ്കിലും ഒരു കാരണമില്ലാതെ ആരും എന്ത് ചെയ്യില്ല, അതിനെ റിയാക്ട് ചെയ്യില്ല. സോ ഓരോ വ്യക്തികളും ഓരോ കാര്യത്തെക്കുറിച്ചും റിയാക്ട് ചെയ്യുന്നത് വ്യത്യസ്ത രീതിയിലായിരിക്കും. ഇപ്പോൾ ഒരു സിറ്റുവേഷനിൽ തന്നെ നമ്മൾ ഒരുപാട് ആളുകളെ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ അവരെല്ലാം റിയാക്ട് ചെയ്യുന്നത് വ്യത്യസ്ത രീതിയിലായിരിക്കും. സോ അത് അവരുടെ ബിഹേവിയറാണ് കാണിക്കുന്നത്. സോ ഇതിനകത്ത് പറയുന്നത് എന്താണ്? ദ ബിഹേവിയർ ഈസ് നോട്ട് ഓൺലി മീൻസ് ബോഡ്ലി മൂവ്മെൻറ്റ്സ്, അതായത് ബോഡ്ലി മൂവ്മെൻറ്റ്സ് മാത്രമല്ല, അതിൽ അവരുടെ മെൻ്റൽ പ്രോസസ്സുകൾ ഉണ്ടായിരിക്കും, കോഗ്നിറ്റീവ് ആയിട്ടുള്ള പ്രോസസ്സുകളായിരിക്കും. കോഗ്നിറ്റീവ് പ്രോസസ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? നമ്മൾ ഫീൽ ചെയ്യുന്നത്, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, ഓരോ കാര്യത്തെക്കുറിച്ചും നമ്മൾ നോക്കിക്കാണുന്നതിനെയാണ് നമ്മൾ ആറ്റിറ്റ്യൂഡ്സ് എന്ന് പറയാം. അതുപോലെ നമ്മുടെ തോട്ട്സ്, എന്തൊക്കെയാണ് നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഇമോഷൻസ് നമ്മൾ ഏത് രീതിയിൽ റെസ്പോൺസ് ചെയ്യുന്നു, ഇതൊക്കെയാണ് നമ്മളെ ഒരു ബിഹേവിയർ എന്ന് പറയുന്നത്. ഇതെല്ലാം ഇൻറ്റേർണൽ വെൻസ് ആണ്. വിച്ച് കനോട്ട് ബി ഒബ്സർവ് ഡയറക്ട്ലി. നമുക്കിതൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഡയറക്റ്റായിട്ട് കാണാൻ പറ്റില്ല. ചില കാര്യങ്ങളൊക്കെ അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങളായിരിക്കും. അത് ചില സിറ്റുവേഷൻസിൽ മാത്രം അവർ പുറത്ത് കാണിക്കുള്ളൂ. നമ്മൾ ഡെയിലി കാണുന്ന ഒരു വ്യക്തി ചിലപ്പോൾ ഡയറക്റ്റ്ലി നമുക്കതൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷേ അവർ വീട്ടിലായിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന സമയത്തൊക്കെ അവർ ചിലപ്പോൾ മോർ അഗ്രസീവ് ആവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ കൂടുതൽ ഒരു ഇൻട്രോവേർട്ട് ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ ഉൾവലിഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട്. സോ ഇതെല്ലാം അവരുടെ ബിഹേവിയർ ആണ് കാണിക്കുന്നത്. ഓക്കെ, വി വിൽ നൗ കൺസിഡർ സം ഓഫ് ദ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ആസ് ഡിസ്ക്രൈബ്ഡ് ബൈ പാരാമസ്, വാരൻ ആൻഡ് പീന. These are: behavior is influenced by a number of factors. Behavior influence ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സിലൂടെയാണ്. Behavior is influenced by a number of factors such as biological, cultural, social, environmental, past experiences, motivational, emotional, cognitive. ഇതെല്ലാമാണ്. സോ നമുക്ക് ബിഹേവിയർ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏതൊക്കെ ഫാക്ടേഴ്സ് ഉണ്ട്? ബയോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്, കൾച്ചറൽ ഫാക്ടേഴ്സ് ഉണ്ട്. ബയോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജന്മനാപരമായിട്ടുള്ള കാരണങ്ങൾ. കൾച്ചറൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൾച്ചറൽ പരമായിട്ടുള്ള, അതായത് സംസ്കാരപരമായിട്ടുള്ള കാരണങ്ങൾ. സോഷ്യൽ ആയിട്ടുള്ള കാരണങ്ങളുണ്ട്, എൻവയോൺമെൻറ്റൽ കാരണങ്ങളുണ്ട്. പാസ്റ്റ് എക്സ്പീരിയൻസുകൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും നമ്മുടെ ബിഹേവിയറിന്. അതുപോലെ തന്നെ മോട്ടിവേഷൻസ്. ഓക്കെ, ഇമോഷൻസ് എത്രത്തോളം അവരുടെ ബിഹേവിയറിനെ ബാധിക്കുമെന്നുള്ളത്. അതുപോലെ കോഗ്നിറ്റീവ് എന്ന് പറയുമ്പോൾ ഫീലിങ്സ്, അതായത് ഇമോഷൻസ്, മോട്ടിവേഷൻസ്, തോട്ട്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, രണ്ടാമതാണ് ബിഹേവിയർ വാരീസ് ഇൻ കോംപ്ലെക്സിറ്റി. ബിഹേവിയർ ക്യാൻ ബി എ സിമ്പിൾ ആസ് പിക്കിംഗ് എ പെൻ, waving a friend, or reflex responses like sneezing, etc. Some other behaviors include certain skills which become a habit over a period, such as playing guitar, cycling, etc. Yet some other behaviors involve complex activities like repairing a car, activities such as landing on the moon, flying a fighter plane, rock climbing, etc. are some of the examples of highly complex behavior. സോ ബിഹേവിയർ വാരീസ് ഇൻ കോംപ്ലെക്സിറ്റി, അതായത് ഓരോരുത്തരുടെയും ബിഹേവിയേഴ്സ് ചിലപ്പോൾ കോംപ്ലെക്സ് കൂടുതലായിരിക്കാം. ചിലർ ഭയങ്കര സിമ്പിളായിട്ടുള്ള ബിഹേവിയർ ആയിരിക്കാം. ചിലരുടെ ബിഹേവിയർ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. ഒരാളുടെ ബിഹേവിയർ ചിലപ്പോൾ കോംപ്ലിക്കേഷൻ കുറഞ്ഞിരിക്കാം, ചിലരുടെ അത് കൂടിയിരിക്കാം. സോ അതെല്ലാം അവരുടെ ബിഹേവിയറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടാവുക. അതിനകത്ത് പറയുന്നതൊക്കെയാണ്, ചില സ്കില്ലുകളൊക്കെ നമുക്ക് നമ്മുടെ ബിഹേവിയറിനെ കാണിച്ചു തരും. അത് ഹാബിറ്റായിട്ട് മാറും. ഒരു പീരീഡ് ഓഫ് ടൈമിൽ നമ്മളത് ചിലപ്പോൾ ഒരു ഗിറ്റാർ വായിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ സൈക്ലിംഗ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടിവിറ്റീസ് ലൈക്ക് റിപ്പയറിങ് എ കാർ. ഇതെല്ലാം ഓരോരുത്തരുടെയും ബിഹേവിയറിനനുസരിച്ചാണ്, അവർക്ക് വ്യത്യസ്ത രീതിയിലാണ് അവർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അവരുടെ ആക്ടിവിറ്റീസ് എല്ലാം ചേഞ്ച് ആവുന്നത്. സോ ലാൻഡിങ് ഓൺ ദ മൂൺ, ഫ്ലൈയിങ് എ ഫൈറ്റർ പ്ലെയിൻ, റോക്ക് ക്ലിമ്പിങ്, എക്സെട്ര ആർ സം ഓഫ് ദ എക്സാമ്പിൾസ് ഓഫ് ഹൈലി കോംപ്ലെക്സ് ബിഹേവിയർ. സോ നല്ല കോംപ്ലെക്സ് ബിഹേവിയർ ഉള്ളവർക്ക് മാത്രമാണ് ഈ രീതിയിലൊക്കെ ചില പ്രത്യേക ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ പറ്റുക. അത്രയും എക്സ്ട്രീം ആയിട്ടുള്ള ബിഹേവിയർ കാണിക്കുന്നവർക്ക് മാത്രമായിരിക്കും. ഓക്കെ, അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തത്, ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ബിഹേവിയർ ആർ ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ്സ്. ബിഹേവിയർ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ 2 large sets of factors. ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഡിഫറെൻറ്റ് കൈൻഡിലാണുള്ളത്. ബിഹേവിയർ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ 2 large set of factors. 2 large set of factors എന്ത് ചെയ്യുന്നുണ്ട്? ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ദോസ് ബിലോങ്ങിങ് ടു ദ ഇൻഡിവിജ്വൽ ആൻഡ് ദോസ് ബിലോങ്ങിങ് ടു ദ എൻവയോൺമെൻറ്റ്. അതായത് ചില കാര്യങ്ങൾ ബിലോങ്ങിങ് ചെയ്യുന്നത് ആ ഒരു വ്യക്തിയിൽ തന്നെ ആയിരിക്കും, ചില കാര്യങ്ങൾ അവരുടെ ചുറ്റുപാടിലുമായിരിക്കും. അതാണ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫാക്ടേഴ്സ് പെർട്ടൈനിങ് ടു എൻ ഇൻഡിവിജ്വൽ ക്യാൻ ബി കാറ്റഗറൈസ്ഡ് അണ്ടർ ഫിസിയോളജിക്കൽ, അതായത് ബയോളജിക്കൽ നീഡ്സ് സച്ച് ആസ് ഹങ്കർ, തേഴ്സ്റ്റ്. ഇതൊക്കെയാണ് എന്ത്?
നമ്മുടെ ബയോളജിക്കൽ നീഡ്സ് എന്ന് പറയുന്നത്. സോ ഫാക്ടേഴ്സ് പെർട്ടൈനിങ് ടു ആൻ ഇൻഡിവിജ്വൽ ക്യാൻ ബി കാറ്റഗറൈസ്ഡ് അണ്ടർ ഫിസിയോളജിക്കൽ നീഡ്സ്. ഓക്കെ, ഫിസിയോളജിക്കലും ഉണ്ട്, സൈക്കോളജിക്കലും ഉണ്ട്. ഫിസിയോളജിക്കൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ബയോളജിക്കൽ നീഡ്സ്, നമുക്ക് ഹങ്കർ വരുന്നത്, അതായത് വിശപ്പ്, അതുപോലെ തേഴ്സ്റ്റ്, ദാഹം, ഇതെല്ലാം നമ്മുടെ ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്. ഇനി സൈക്കോളജിക്കൽ ആയിട്ടുള്ളത് എന്തൊക്കെയാണ്? ഐഡിയാസ്, ഒപ്പീനിയൻസ്, ആറ്റിറ്റ്യൂഡ്സ്, ഇതെല്ലാം നമ്മുടെ സൈക്കോളജിക്കലി വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഫാക്ടേഴ്സ് ആണ്. സോ ദ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? ഫിസിക്കൽ സറൗണ്ടിങ്സ്, ഫാമിലി, ഫ്രണ്ട്സ്, അതുപോലെ ലാർജ് സൊസൈറ്റി, ഈവൻ ദ ഓവറോൾ കൾച്ചറൽ ആൻഡ് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്. അതായത് ഒരു വ്യക്തി ജീവിക്കുന്ന അവരുടെ ഫാമിലി ആയിരിക്കാം, അവരുടെ ഫ്രണ്ട്സ് ആയിരിക്കും, അവരുടെ പിയർ ഗ്രൂപ്പ്സ് ആയിരിക്കാം, അതായത് അവരുടെ ചുറ്റുപാടുമുള്ള എല്ലാ കാര്യങ്ങളും എന്താണ്? എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, അതായത് ആ ഒരു വ്യക്തിയെ ഫിസിയോളജിക്കലി അല്ലെങ്കിൽ എൻവയോൺമെൻ്റലി അവരുടെ ബിഹേവിയേഴ്സിനെ ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെയാണ് നമ്മൾ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. Behavior also varies from one person to the other, as well as from one group of people to the other group of people. People differ in their physiological and bodily conditions, in their past experiences, in their abilities, in the backgrounds, etc. It is therefore natural that 10 people are put in the same situation. Each person's behavior differs from that of others, in some respect to or in some degrees. അല്ലേ? സോ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു ബിഹേവിയർ എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനകത്ത് പോകുന്ന സമയത്ത് അത് വാരി ചെയ്യുന്നുണ്ട്, അല്ലേ? അതായത് ഓരോ വ്യക്തികളും വ്യത്യസ്തരാണ്. അവരുടെ ഫിസിയോളജിക്കലി അല്ലെങ്കിൽ അവരുടെ ബോഡിലി കണ്ടീഷൻസ്, അവരുടെ പാസ്റ്റ് എക്സ്പീരിയൻസസ്, അവരുടെ എബിലിറ്റീസ്, അവരുടെ ബാക്ക്ഗ്രൗണ്ട്, അവർ ജീവിക്കുന്ന എൻവയോൺമെൻറ്റ്, ഇതെല്ലാം ഡിഫറെൻ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ നാച്ചുറലി അവർ എന്തായിരിക്കും, ഒരു 10 ആളുകളെ നമ്മൾ ഒരുമിച്ച് എടുത്തു കഴിഞ്ഞാൽ, ഒരേ സെയിം സിറ്റുവേഷനിൽ കൊണ്ടുപോയി നിർത്തി കഴിഞ്ഞാൽ അതിലുള്ള ഓരോ വ്യക്തികളും ബിഹേവിയർ ചെയ്യുന്നത് വ്യത്യസ്ത രീതിയിലായിരിക്കും, അല്ലേ? ഓരോ വ്യക്തികളും യുണീക്കാണ്, അവരെല്ലാവരും വ്യത്യസ്ത രീതിയിലായിരിക്കും ആ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, അവരുടെ ഡിഗ്രിയിൽ ചിലപ്പോൾ മാറ്റം ഉണ്ടായിരിക്കും, അതായത് അവരുടെ പെരുമാറ്റത്തിലുള്ള ഡിഗ്രീസിൽ മാറ്റം ഉണ്ടായിരിക്കും, അവരുടെ എബിലിറ്റീസിന് മാറ്റം ഉണ്ടായിരിക്കും. ഓരോ വ്യക്തികളും റിയാക്ട് ചെയ്യുന്നതും അവരോരോ കാര്യങ്ങളെ കൺക്ലൂഡ് ചെയ്യുന്നതും ഡിസിഷൻസ് മേക്ക് ചെയ്യുന്നതും എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റിലാണ്, ഡിഫറെൻ്റ് രീതിയിലാണ്. ഓക്കെ, അടുത്താണ് ബിഹേവിയർ ആൾസോ ഷോസ് സിമിലാരിറ്റീസ്. ചില ബിഹേവിയേഴ്സ് സിമിലർ ആയിട്ട് വരാറുണ്ട്. ഓക്കെ, ദോ ബിഹേവിയർ ഡിഫേഴ്സ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ, ബട്ട് ദിസ് ഡസ് നോട്ട് മീൻ ദാറ്റ് ഓൾ പീപ്പിൾ ഡിഫർ ഫ്രം ഓൾ അതേഴ്സ് at all time and in all situation. There is also a considerable degree of similarity in behavior among people. For instance, if a particle of dust falls into a person's eye, he or she tries to remove it. This type of behavior is universally found. Behavior also shows similarities. എല്ലാവരും വ്യത്യസ്ത രീതിയിലാണ് പെരുമാറുന്നത് എങ്കിലും ബിഹേവിയേഴ്സ് ചിലപ്പോഴൊക്കെ സിമിലർ ആയിട്ട് വരാറുണ്ട്. അതായത് വ്യത്യസ്ത ആളുകൾ വ്യത്യസ്ത രീതിയിലാണ് സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുന്നതെങ്കിലും ചില സിറ്റുവേഷൻസിനെ എല്ലാം എല്ലാവരും ഒരേ രീതിയിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത് നോക്കി കാണുന്നത്. എക്സാമ്പിളായിട്ട് പറയുന്നത്, ഒരു ഡസ്റ്റ് നമ്മുടെ കണ്ണിൽ പോയി കഴിഞ്ഞാൽ നമ്മളതിനെ റിമൂവ് ചെയ്യുന്ന രീതി എല്ലാവരും ഏകദേശം ഒരുപോലെ തന്നെയാണ് ചെയ്യുന്നത്. ഒന്നുകിൽ ആരെങ്കിലും നമ്മുടെ കണ്ണിൽ വന്നിട്ട് അത് ജസ്റ്റ് റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഊതിയിട്ടോ അങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ വെള്ളം കൊണ്ട് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യും, അത് ക്ലീൻ ചെയ്യും. സോ അതൊക്കെ എല്ലാവരും യൂണിവേഴ്സലായിട്ട് എല്ലാവരും ചെയ്യുന്ന രീതികൾ തന്നെയാണ്. അപ്പോൾ അതൊക്കെ സിമിലർ ആയിട്ടുള്ള കണ്ടീഷനും തന്നെയാണ് വരുന്നത്. അടുത്താണ് ബിഹേവിയർ ഈസ് ആൾവേസ് പർപ്പസ്ഫുൾ ആൻഡ് ഗോൾ ഡിറക്റ്റീവ്. ബിഹേവിയർ എന്ന് പറയുന്നത് എപ്പോഴും പർപ്പസ്ഫുൾ ആയിരിക്കും, ഗോൾ ഡിറക്റ്റീവ് ആയിരിക്കും. സോ എല്ലാവരുടെയും ബിഹേവിയർ എപ്പോഴും പർപ്പസ്ഫുൾ ആയിരിക്കും, അതായത് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കും. അതുപോലെ അവരെ ഡയറക്റ്റ് ചെയ്യുന്ന അവരുടെ അതിനൊരു ഗോൾ ഉണ്ടായിരിക്കും, ഒരു ലക്ഷ്യമുണ്ടായിരിക്കും. ഓരോരുത്തരുടെയും ബിഹേവിയറിന് ലക്ഷ്യമുണ്ടായിരിക്കും. സോ ഒരു കുട്ടി എവിടെ ഇരിക്കുകയാണ്, പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്, പെട്ടെന്ന് തന്നെ അവൻ എണീക്കുകയാണ്, അതായത് അവന് വെള്ളം വേണം, ഒരു ഗ്ലാസ് വെള്ളം വേണം. അതിൻ്റെ അർത്ഥം എന്താണ്? അവന് ദാഹം വന്നു. സോ ദാഹം ഉള്ളത് കൊണ്ട് തന്നെ അതൊരു ഗോൾ ഡയറക്റ്റീവ് ബിഹേവിയർ ആണ്. ആ ദാഹം വന്നതുകൊണ്ടാണ് അവൻ ആ ഗ്ലാസ് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ അത് ഒരു ഗോൾ ഓറിയൻറ്റഡ് ആണ്. അതുപോലെ ഒരു പർപ്പസ്ഫുൾ നീഡ് അവിടെ ഉണ്ട്. സോ ഓൺ ദ അതർ ഹാൻഡ്, എ ബോയ് സിറ്റിംഗ് and studying and feels cold. He gets up and switches off the fan. Here the goal is to switch off the fan and the purpose is to avoid the discomfort of cold. So all our behavior can be categorized under approach behavior, അതായത് പോസിറ്റീവ് ഗോൾ ഡയറക്റ്റഡ്, അല്ലെങ്കിൽ അവോയ്ഡൻസ് ബിഹേവിയർ, നെഗറ്റീവ് ഗോൾ അവോയ്ഡൻസ്. സോ നമ്മൾ പറഞ്ഞ പോലെ ആ ഒരു വ്യക്തിക്ക് ചില സമയത്ത് കൂടുതലായിട്ടും തണുപ്പുള്ളൊരു അന്തരീക്ഷമാണ് അവൻ്റെ ചുറ്റുപാടിലുള്ളതെന്നുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യും? അവൻ എണ്ണീറ്റിട്ട് ആ ഫാൻ ഓഫ് ചെയ്യും. ആ ഒരു ഫാൻ ഓഫ് ചെയ്യുക എന്നുള്ളതിൻ്റെ റീസൺ എന്താണ്?
അവന് നല്ല തണുപ്പുണ്ട്, അതുകൊണ്ട് ആ തണുപ്പ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്യാണ്, ആ ഒരു ഫാൻ അവൻ ഓഫ് ചെയ്യാണ്. സോ അതിൻ്റെ ഒരു ഗോൾ ഡയറക്ഷൻ അവിടെ ഉണ്ട്. ആ തണുപ്പിൽ നിന്നും കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ അങ്ങനെ ചെയ്യുന്നത്. സോ നമ്മുടെ ബിഹേവിയറിന് പർപ്പസ് ഉണ്ടായിരിക്കും, അതിനൊരു ഗോൾ ഉണ്ടായിരിക്കും. ഓക്കെ, സോ നമ്മുടെ ബിഹേവിയറിനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. അപ്രോച്ച് ബിഹേവിയർ, അതായത് പോസിറ്റീവ് ഗോൾ ഓറിയന്റഡ്, അല്ലെങ്കിൽ അവോയ്ഡൻസ് ബിഹേവിയർ, നെഗറ്റീവ് ഗോളിനെ അവോയ്ഡ് ചെയ്തുകൊണ്ടുള്ള ബിഹേവിയർ. അടുത്താണ് ബിഹേവിയർ ഇസ് ചേഞ്ചബിൾ ടു എ ലാർജ് എക്സ്റ്റെൻറ്റ്. ബിഹേവിയർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും ഒരു ലാർജ് എക്സ്റ്റെൻറ്റിലേക്ക്. അതായത് ഇറ്റ് വാസ് മെൻഷൻഡ് ഏർലിയർ ദാറ്റ് എ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ബിഹേവിയർ. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരുപാട് ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇൻ വ്യൂ ഓഫ് ദീസ് ഇറ്റ് ഈസ് പോസിബിൾ ടു ചേഞ്ച് ബിഹേവിയർ ബൈ മോഡിഫൈങ് ദീസ് ഫാക്ടേഴ്സ്. ഇറ്റ് ഈസ് ദിസ് ചേഞ്ചബിലിറ്റി വിച്ച് എനാബിൾസ് എ ബാഡ് മാൻ ടു ബിക്കം എ ഗുഡ് മാൻ ആൻഡ് എ ഗുഡ് മാൻ ടു ബിക്കം എ ബാഡ് മാൻ. ഇറ്റ് ഈസ് അഗെയിൻ ദിസ് വെരി characteristics which helps people to adjust to new surroundings. These changes are the results of one's practice or experiences learning. നമ്മുടെ ബിഹേവിയറിനെ ഒരുപാട് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വ്യൂവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പോസിബിൾ ആണ് നമ്മുടെ ബിഹേവിയർ ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ ചെയ്യാനോ നമുക്ക് ഈ ഒരു ഫാക്ടേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇതിൽ നമ്മുടെ ചേഞ്ചബിൾ ആയിട്ട് വരുന്ന സമയത്ത് ചിലപ്പോൾ ഒരു മോശം വ്യക്തിയെ ചിലപ്പോൾ ഒരു നല്ലൊരു വ്യക്തിയാക്കി മാറ്റാനോ അല്ലെങ്കിൽ ഒരു നല്ലൊരു വ്യക്തിയെ ഒരു ബാഡ് പേഴ്സൺ ആക്കി മാറ്റാനോ ഒക്കെ ഈ ഫാക്ടേഴ്സിന് സാധിക്കും. അതെങ്ങനെയാണ്? ഓരോ വ്യക്തികളുടെയും ഓരോ എബിലിറ്റീസും അവരുടെ സറൗണ്ടിങ്സും അവരുടെ എൻവയോൺമെൻറ്റ്, അതുപോലെ അവരുടെ ബയോളജിക്കൽ നീഡ്സ്, അവരുടെ ബയോളജിക്കൽ ഫാക്ടേഴ്സ്, ഇതെല്ലാം അവർക്ക് ഒരു നല്ലൊരു വ്യക്തിയെ മോശം വ്യക്തിയാക്കാനോ അല്ലെങ്കിൽ മോശം വ്യക്തിയെ നല്ലൊരു വ്യക്തിയാക്കാനോ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് രീതിയിലുള്ള എക്സ്പീരിയൻസ് ആണ് നമ്മൾ പാസ്റ്റിൽ നമുക്ക് കടന്നു പോകുന്ന നമ്മുടെ കുട്ടിക്കാലം, നമ്മൾ ജനിച്ച സ്ഥലം, അല്ലെങ്കിൽ നമ്മൾ ജീവിത സാഹചര്യങ്ങൾ, ഇതെല്ലാം നമ്മുടെ പേഴ്സണാലിറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് നല്ല ക്വാളിറ്റീസ് ലഭിക്കാം അല്ലെങ്കിൽ മോശം ക്വാളിറ്റീസ് ലഭിക്കാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ചേഞ്ചസ് റിസൾട്ട് ചെയ്യുന്നത് ഒരു പ്രാക്ടീസ് അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് ആയിരിക്കും. ആ ഒരു എക്സ്പീരിയൻസിലൂടെ നമ്മൾ ലേൺ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളായിരിക്കും. ആരെങ്കിലും നമ്മളെ ചീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൽ നിന്ന് എന്ത് ചെയ്യും, മോട്ടിവേറ്റഡ് ആയിട്ട് പിന്നെ നമ്മൾ ആ ചീറ്റിങ്ങിലേക്ക് പോകാതെ നമ്മൾ അവിടുന്ന് മാറി നിൽക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ കാണുമ്പോൾ അവരെ മൈൻഡ് ചെയ്യാതെ മാറി നിൽക്കാനൊക്കെ നല്ലൊരു രീതിയിലേക്കും മാറാം, അല്ലെങ്കിൽ മോശം രീതിയിലേക്കും മാറാം. സോ ചില എക്സ്പീരിയൻസ് നമുക്ക് തരുന്നത് വളരെ ബാഡ് എക്സ്പീരിയൻസ് ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ അത് നമ്മുടെ ബാഡ് പേഴ്സണാലിറ്റി ആക്കി മാറ്റാൻ ചിലപ്പോൾ അത് കാരണമായേക്കാം. ഓക്കെ, അടുത്താണ് ബിഹേവിയർ ആൾസോ ഷോസ് സ്റ്റെബിലിറ്റി. നമുക്ക് ബിഹേവിയർ നമുക്കൊരു സ്റ്റെബിലിറ്റി നൽകുന്നുണ്ട്. സോ എംഫസിസ് ഹാസ് ബീൻ ലെയ്ഡ് ഓൺ ദ പോസിബിൾ ചേഞ്ചസ് ഇൻ ബിഹേവിയർ. ഇറ്റ് മസ്റ്റ് ബി മെൻഷൻ ദാറ്റ് ലൈഫ് ഈസ് നോട്ട് ആൾവേസ് ഫുൾ ഓഫ് ഓൾ സോർട്സ് ഓഫ് ചേഞ്ചസ് വൈൽ ബിഹേവിയർ ചേഞ്ചസ്. അറ്റ് ദ സെയിം ടൈം ദർ ഈസ് ആൾസോ സെർട്ടൻ സ്റ്റെബിലിറ്റി ഇൻ ബിഹേവിയർ. ഇറ്റ് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് എവറി ചേഞ്ച് ഇൻ എൻവയോൺമെൻറ്റ് നോർ ഡു ഓൾ ഫോംസ് ഓഫ് ബിഹേവിയർ ചേഞ്ച്. ഹ്യൂമൻ ബിഹേവിയർ ഷോസ് എ ലോട്ട് ഓഫ് സ്റ്റെബിലിറ്റി. For instance, you may still find your grandmother preferring old ideas and old ways of life, though she is living in ultra-modern society. നമുക്ക് ഒരുപാട് ചേഞ്ചസ് വരും നമ്മുടെ ബിഹേവിയറിന്. അത് നമ്മൾ പോകുന്ന സാഹചര്യങ്ങളിലൂടെയും നമ്മുടെ എക്സ്പീരിയൻസിലൂടെയൊക്കെ നമുക്ക് ഒരുപാട് ചേഞ്ചസ് വരാറുണ്ട്. സോ നമ്മൾ ബിഹേവിയർ ചേഞ്ച് ആകുന്ന ആ ഒരു ടൈമിൽ നമുക്ക് ചിലപ്പോൾ സ്റ്റെബിലിറ്റിയും എന്ത് ചെയ്യും, നമ്മുടെ ബിഹേവിയറിന് ലഭിക്കും. അതായത് ചില കാര്യങ്ങൾ ചെയ്യാനും ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കാനുമുള്ള സ്റ്റെബിലിറ്റി നമുക്ക് നമ്മുടെ ബിഹേവിയറിൽ നമുക്ക് കാണിക്കാൻ പറ്റും. അത് നമ്മൾ എക്സ്പീരിയൻസിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സോ അതൊരിക്കലും നമ്മളെ ചേഞ്ച് ചെയ്യിക്കില്ല. സോ നമ്മളെ എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയറിനെ ചേഞ്ച് ചെയ്യിക്കുന്നതല്ല, പക്ഷെ നമുക്കൊരു സ്റ്റെബിലിറ്റി വരും, നമ്മുടെ ബിഹേവിയറിനൊരു സ്റ്റെബിലിറ്റി വരും. നമ്മൾ ഇമോഷണലി ചിലപ്പോൾ സ്റ്റേബിൾ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ചില ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊന്നും നമ്മൾ കൂടുതലായിട്ടും വലിയ സംഭവമാക്കിയിട്ടൊന്നും കാണിക്കില്ല. സോ അതൊക്കെ നമ്മുടെ ഒരു സ്റ്റെബിലിറ്റിനെ കാണിക്കുന്ന ചില എലമെൻറ്റ്സ് ആണ്. നമ്മുടെ ഹ്യൂമൻ ബിഹേവിയർ ഒരുപാട് സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഹ്യൂമൻ ബിഹേവിയർ ഷോസ് എ ലോട്ട് ഓഫ് സ്റ്റെബിലിറ്റി. എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഗ്രാൻഡ് മദർ അവരുടെ ഓൾഡ് ഐഡിയാസോ അല്ലെങ്കിൽ ഓൾഡ് വേസ് ഓഫ് ലൈഫോ അവരൊരിക്കലും മാറ്റാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ ഒരു അൾട്രാ മോഡേൺ സൊസൈറ്റിയിൽ പോയി കഴിഞ്ഞാലും അവരവരുടെ പഴയ ബിഹേവിയർ തന്നെയാണ് അവർ കാണിക്കുക. സോ അത് അവരുടെ സ്റ്റെബിലിറ്റിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അവരുടെ സ്റ്റെബിലിറ്റിയാണ് നമുക്കത് കാണിച്ചു തരുന്നത്. സോ നമ്മളൊരു ബിഹേവിയർ സ്റ്റേബിൾ ആണെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഏതൊരു സിറ്റുവേഷനിൽ കൊണ്ടുപോയിട്ടാലും നമ്മുടെ ബിഹേവിയർ ചിലപ്പോൾ ചേഞ്ച് ആവാൻ സാധ്യതയില്ലാത്തതാണ് നമ്മൾ സ്റ്റേബിൾ ആയിട്ടുള്ള ബിഹേവിയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്താണ് ബിഹേവിയർ ഇസ് ഇൻ്റഗ്രേറ്റഡ്. ബിഹേവിയർ എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റഡ് ആണ്, അതായത് എല്ലാം കൂടെ കൂടിച്ചേരുന്നതാണ് ബിഹേവിയർ എന്ന് പറയുന്നത്. ഓക്കെ, ബിഹേവിയർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ആണെന്ന് പറഞ്ഞു. സോ വെറൈറ്റി ഓഫ് പേർപ്പസസുകളാണ് ഇതിനൊക്കെ ഉള്ളത്. സോ ഇതിൻ്റെ എല്ലാം ഒരു ഇൻ്റഗ്രേഷൻ അവിടെ സാധ്യമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബിഹേവിയർ ഒരു ഇൻ്റഗ്രേറ്റഡ് വേർഷനാണ്. എല്ലാ ആളുകൾക്കും ഫിസിയോളജിക്കലി, സൈക്കോളജിക്കലി, പേഴ്സണലി, സോഷ്യൽ പേർപ്പസസുകൾ ഇതെല്ലാം ഉണ്ട്.
സോ ഹി ഓർ ഷീ ഹാസ് ഓൾസോ ബീൻ സബ്ജക്റ്റ് ഓഫ് ഡിഫറെൻറ്റ് ലേണിംഗ് എക്സ്പീരിയൻസസ്. ഒരു പെൺകുട്ടിക്കോ ഒരു ആൺകുട്ടിക്കോ അവർക്കൊക്കെ എക്സ്പീരിയൻസുകൾ ഡിഫറെൻറ്റ് ടൈപ്സ് ആയിരിക്കും ഉണ്ടാവുന്നത്. സോ ഇൻ സ്പൈറ്റ് ഓഫ് ഓൾ ദിസ്, ബിഹേവിയർ always shows on order and hierarchy of purposes. So early individual behaves as a total person and this process of the organization of different purposes. Different learning and different influences factors results in a integration of behavior. സോ ഓർഗനൈസേഷൻ ഓഫ് ഡിഫറെൻറ്റ് പേർപ്പസസുകൾ, ഡിഫറെൻറ്റ് ലേണിങ്സുകൾ, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഇൻഫ്ലുവൻസസ് ഫാക്ടേഴ്സുകൾ ഇതെല്ലാം കൂടെ ഇൻറ്റഗ്രേറ്റഡ് ചെയ്യുമ്പോഴാണ് അതൊരു ബിഹേവിയറായിട്ട് മാറുന്നത്. സോ ബിഹേവിയർ എന്ന് പറയുന്നത് ഇൻറ്റഗ്രേറ്റഡ് ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, സോ ദസ് ദ ഇൻഡിവിജ്വൽ പുട്ട് ദ ഡിഫറെൻറ്റ് സിറ്റുവേഷൻ സ്റ്റിൽ ഷോസ് സെർട്ടൻ കാറ്റഗറിസ്റ്റിക്സ് വേസ് ആൻഡ് സ്റ്റൈൽസ് ഓഫ് ബിഹേവിയർ വിച്ച് ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് പ്രെഡിക്റ്റ് ഹിസ് ഓർ ഹർ ബിഹേവിയർ. വി ഓഫൻ സേ Ram is a pleasant person, Gobind an unpleasant person, Krishna is a sociable person, and so on. Psychologists use the terms personally to describe this process of integration. The greater the degree of the integration in person behavior, the more effective her or his behavior is likely to be. It can be therefore the appreciated that behavior is a complex phenomenon and studying behavior is not an easy task. So നമ്മൾ പറയാറുണ്ട് സാധാരണ ചില ഇൻഡിവിജ്വൽസിനെ കാണുന്ന സമയത്ത് നമ്മൾ അവർ കാണിക്കുന്ന ചില കാറ്റഗറീസ് നമ്മൾ കാണുന്ന സമയത്ത് അവരുടെ സ്റ്റൈൽസ് ഓഫ് ബിഹേവിയർ കാണുന്ന സമയത്തൊക്കെ നമുക്ക് ചില ആളുകൾ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഒരു വ്യക്തി ചിലപ്പോൾ നമ്മൾ ഒരു വ്യക്തി നമ്മൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ റാം ഈസ് പ്ലസൻറ്റ് പേഴ്സൺ, നല്ല പ്ലസൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. അല്ലെങ്കിൽ ഗോവിന്ദ് ഒരു അൺപ്ലസൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്, അതായത് കൂടുതൽ ചിരിക്കാതെ പുഞ്ചിരിക്കാത്ത ആളുകൾ നമ്മൾ അൺപ്ലസൻ്റ് എന്ന് പറയും. സോ കൃഷ്ണ ഈ സോഷ്യബിൾ പേഴ്സൺ, അതായത് എല്ലാവരുടെ അടുത്തും ഇൻ്ററാക്ട് ചെയ്യുമ്പോൾ നമ്മൾ പറയും അവർ സോഷ്യബിൾ പേഴ്സൺ ആണെന്ന് പറയും. സോ സൈക്കോളജിസ്റ്റുകൾ യൂസ് ചെയ്യുന്ന ടേംസ് പേഴ്സണാലിറ്റി ഡിസ്ക്രൈബ് ചെയ്യുന്നത് അത് പ്രോസസ് ഓഫ് ഇൻറ്റഗ്രേഷൻ ആണ്. ഒരുപാട് ഫാക്ടേഴ്സിന് കൂടിച്ചേരലുകളിലൂടെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു വ്യക്തി ഈ രീതിയിൽ സോഷ്യബിൾ ആണോ അല്ലെങ്കിൽ പ്ലസൻ്റ് ആണോ അൺപ്ലസൻ്റ് ആണോ എന്നൊക്കെ പറയുന്നത്. അതിനൊക്കെ നമ്മൾ ടേംസ് യൂസ് ചെയ്യാറുണ്ട്. സോ എത്രത്തോളം ഡിഗ്രി ഓഫ് ഇൻ്റഗ്രേഷൻ ആ ഒരു പേഴ്സണിൻ്റെ ബിഹേവിയറിൽ സാധിക്കുന്നുണ്ടോ അത്രത്തോളം എഫക്റ്റീവ് ഉണ്ടായിരിക്കും അവരുടെ ബിഹേവിയറിൽ. ഓക്കെ, സോ നമ്മളൊരു വ്യക്തിയുടെ ബിഹേവിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു കോംപ്ലക്സ് ഫെനോമിനാണ്. നമ്മളൊരു വ്യക്തിയുടെ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് അതൊരു ഈസി ടാസ്ക് അല്ല. നമുക്ക് അത്യാവശ്യം മെനക്കെടുള്ള ഒരു കാര്യമാണ് നമ്മളൊരു വ്യക്തിയുടെ ബിഹേവിയറിനെ കുറിച്ച് പ്രെഡിക്റ്റ് ചെയ്യാനും അനലൈസ് ചെയ്യാനൊക്കെ ഒരുപാട് ടൈം ടേക്കിംഗ് ആണ്. അതുപോലെ നമ്മുടെ ഒബ്സർവേഷൻ, നമ്മൾ അവരെക്കുറിച്ച് പഠിക്കുന്നത്, ഇതെല്ലാം ഒരുപാട് ഫാക്ടേഴ്സിൻ്റെ ഇൻറ്റഗ്രേഷൻ കൊണ്ടാണ് ഒരാളുടെ ബിഹേവിയറിനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ്. നമ്മൾ ആദ്യമായിട്ട് പറഞ്ഞത് ഒറിജിൻ ഓഫ് സൈക്കോളജി എന്ന് പറഞ്ഞ യൂണിറ്റ് 1 ഡെഫിനിഷൻ ഓഫ് സൈക്കോളജി ആയിരുന്നു. ഏർലി ഡെഫിനിഷൻസും അതുപോലെ കറണ്ട് ഡെഫിനിഷൻസും ഒക്കെ നമ്മൾ നോക്കി. നാച്ചുറൽ ആൻഡ് കാറ്റഗറീസ് ഓഫ് ബിഹേവിയർ ആണ് നമ്മളിപ്പോൾ നോക്കിയത്. സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് ഓഫ് സൈക്കോളജി, അതുപോലെ സൈക്കോളജി ആസ് എ സയൻസ്, കാറ്റഗറിസ്റ്റിക്സ് ഓഫ് സയൻസ്, ഇതെല്ലാം നോക്കാം. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ കൺക്ലൂഡ് ചെയ്യും. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.